അപ്പൊ നമ്മള് ലച്ചുനെ പിക്ക് ചെയ്തിട്ട് ഡേ റൂമിലേക്ക് പോവാട്ടാ. ലച്ചു എന്തെങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ? സൂപ്പർ സൂപ്പർ. ഇന്ന് മാത്ത് തന്നെയായിരുന്നോ ഫുള്ള്? ഇന്ന് മാത്ത് തന്നെയായിരുന്നോ ഫുള്ള്? അല്ല, ഞാൻ പോയാ? പോയി. വാട്ടർ ബോട്ടിൽ എന്താ ലച്ചു? ഗുഡ്. നീ ലച്ചു ഫുഡ് കഴിക്കാൻ പോണല്ലേ ലച്ചു സ്കൂളിൽ നിന്ന് വന്നിട്ട്? എന്തൊക്കെ കറിയുണ്ട്? പയറുണ്ട്, പപ്പടുണ്ട്, കടലക്കറി. അപ്പൊ വേഗം ചോറുണ്ടാ നമുക്ക്? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാൻ പോണ് അല്ലേ ലച്ചോ? നമ്മുടെ മുടിക്കും പിന്നെ ബ്ലഡ് കൂടാനൊക്കെ നല്ലതാണിട്ടത്. അപ്പം ഞാൻ ലച്ചുവിനും വിനീഷാനും എനിക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണത്. വൈറ്റ് സെസമിയും ബ്ലാക്ക് സെസമിയും പിന്നെ കുറച്ച് വേപ്പിലയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിത് ബോക്സിലാക്കിയിട്ട് വെക്കാം. അപ്പം ലച്ചുവിട്ട് നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അവർക്ക് നോട്ട് കൊടുക്കണത് ഡെയിലി കൊടുക്കുമെങ്കിലും ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ ടീച്ചേഴ്സ് ഇങ്ങനെ അയച്ചു തരും നോട്ട് മെയിലിൽ കൂടെ. അപ്പോൾ അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു ലച്ചു. അപ്പോൾ 1 hour ഇനി ലച്ചുവിന് പഠിക്കാനുള്ള ടൈമാണ്. ലച്ചു പഠിക്കട്ടെ, നമുക്ക് ബാക്കി പണിയൊക്കെ തീർക്കാം. ലച്ചുവിനെ കൊണ്ടുവരാൻ പോയ സമയത്ത് ഞാൻ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇനി അത് എടുത്തിടാം. നല്ല വെയിലാട്ടോ. അപ്പോൾ കുറച്ച് വെയിലൊന്നും ഒതുങ്ങിയതിന് ശേഷമൊക്കെയാണ് ഞാൻ ഇടാറുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിക്കുമ്പോൾ, നല്ല ചൂടല്ലേ. നമുക്ക് ഇതേ തുണിയൊക്കെ എടുത്തിടാം. ഇവിടെ ബാൽക്കണിയിലുണ്ട് നമ്മൾ തുണിയൊക്കെ ഇടാറ്. പക്ഷെ എന്താണെന്നറിയാമോ, ഇപ്പം നല്ല കാറ്റിനുണ്ട്. കാറ്റത്ത് നമ്മുടെ ഈ പുല്ലിൻ്റെ ഇതൊക്കെ പറന്നുപോയി. അത്രയ്ക്കും കാറ്റാണ്. അത് നല്ല വെയിറ്റുള്ള സാധനമാണ്, പക്ഷെ അതൊക്കെ പറന്നുപോയി. ആകെ ഫുള്ള് ഇതായി കിടക്കണം. ആദ്യം ഇനി ക്ലീനിങ് ഒക്കെ ചെയ്യണം. വേണ്ട നമ്മുടെ ഇവിടെ ആയിരുന്നു കേട്ടോ ഇതുങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. 2 മുട്ട വിരിഞ്ഞ് ഉണ്ടായിരുന്നേ. ഇത്രയും തന്നെ ആയിട്ടുണ്ടായിരുന്നു 2 കുഞ്ഞുങ്ങളും. ഇന്ന് രാവിലെ ലച്ചു നോക്കിയപ്പോഴുണ്ട് സ്കൂളിൽ പോകാൻ നേരത്ത് പെട്ടെന്ന് കണ്ടാൽ ലച്ചു വേറൊരു പക്ഷി വന്ന് ഇവിടെ ഇരിക്കുന്നത്. നോക്കിയപ്പോൾ എന്നാ ഒരു പരുന്ത്, അധികം വലുതൊന്നല്ല, ഒരു മീഡിയം സൈസ് പരുന്ത്. അത് വന്നിട്ട് ഒരെണ്ണത്തിനെ റാഞ്ചിക്കൊണ്ട് പോയി തോന്നുന്നു. എന്നിട്ട് രണ്ടാമത്തെ റാഞ്ചാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പലകെടുത്തിട്ട് മൂടി വെച്ചു അതിനെ. പിന്നെ അതിൻ്റെ അമ്മയച്ഛനും വന്നിട്ട് അതിനിപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കാക്കി. അതിൻ്റെ അച്ഛനോ അമ്മയോ ആരോ ഇപ്പോഴും കാവലിരിക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ. കണ്ട അപ്പുറത്തെ ബാൽക്കണിയിൽ അതിങ്ങനെ എപ്പോഴും നോക്കിയിരിക്കുന്നുണ്ട്. ഒരാളെപ്പോഴും കാവലാം. അപ്പം ഞാൻ വന്നപ്പോൾ അങ്ങോട്ട് പോയതായിരിക്കും. നമ്മളിത് ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് തുണി ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്, അതൊന്ന് മടക്കിയൊക്കെ വെക്കണം. അപ്പം അതേ നമ്മുടെ സോഫ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ട്യൂഷൻ കുട്ടികൾ വരുന്ന ടൈമാണ് കേട്ടോ. ലച്ചുവിൻ്റെ നോട്ട്സ് കുറച്ചും കൂടി എഴുതാനുണ്ട്. ഇനി ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി. ഇപ്പം ന്യൂ ബെഡ്ഷീറ്റ് ഇരിക്കാട്ടാ കുഞ്ഞാ. അപ്പം നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞ് ലച്ചു കിടന്ന് ഉറങ്ങാൻ പോണ്. ലച്ചുന് പല്ല് പൊന്നാണ്ടിരിക്കാനുള്ള ക്ലിപ്പാണ് കേട്ടത്. ലച്ചു കിടക്കണതിന് മുമ്പ് കുറച്ചു നേരം ബുക്കൊക്കെ വായിക്കും.
അപ്പോൾ ലച്ചു ഗുഡ് നൈറ്റ്. Good night. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ലച്ചു ഉറങ്ങി. ഇനി വിനീഷേട്ടൻ വരുന്നവരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. വിനീഷേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.